അസ്സലാമലൈക്കും അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ പെണ്ണിയാളെ എന്നും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാനൊന്ന് മാറ്റി പിടിച്ചേട്ടണിയാളെ. എന്താണെന്ന് വെച്ചാൽ ഈ ചിഞ്ച ലൈക്ക് ഒരു 100 ആകാനും അതേമാതിരി നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരു 10-20 കമൻറ്റെങ്കിലും കാണാനൊക്കെ ഒരു പൂതി ഉണ്ടായിന് ഇയാളെ. അതുകൊണ്ട് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ചിഞ്ചെ കമൻറ്റ് ബോക്സും അതേമാതിരി ലൈക്ക് ബട്ടനൊക്കെ കാണാനല്ല പൂതി കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. നിങ്ങളൊക്കെ ചെയ്തെങ്കിലല്ലേ ഇഞ്ചെ കമൻറ്റ് ബോക്സും ലൈക്ക് ബട്ടനൊക്കെ ഒരു 100 ആവുള്ളൂ. അപ്പം ഞാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ കാര്യമല്ലല്ലോ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചെയ്യാം, നമുക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. കടി എന്താ വെച്ചാൽ പുട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ പുട്ടുണ്ടാക്കിയിട്ട് കുറേ ദിവസമായി എന്ന് പറയുന്നതിന് വരുമ്പോഴത്തിന് നമുക്കൊന്ന് പുട്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അരിയൊക്കെ കേകി ഞാൻ ഊറ്റി പരത്തിയിട്ടിക്കണം കേട്ടോ. ഒന്ന് വെള്ളം ഒന്ന് ചോരാനും വേണ്ടി അങ്ങനെ വെള്ളമൊക്കെ ഇതാക്കണേ. ഒന്ന് വറ്റി വരട്ടോ ആ തുണിയിൽ, അതിനാണ് വേണ്ടി പരത്തിയിട്ടതാണ്. പിന്നെ പുട്ടുക്കില്ല തേങ്ങയും ചാറ്റുക്കില്ല തേങ്ങയും ഒക്കെ ചിരണ്ടി വെച്ചിക്കണേ. അപ്പോൾ അതിന് നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിക്കണേ. അപ്പോൾ അതിക്ക് ഞാൻ പഞ്ചാര ഇട്ട് കൊടുത്ത് പൊടി ഇട്ട് കൊടുത്തൊക്കെ ചെയ്തിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി തിളക്കട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങിയേക്കാം. അപ്പോൾ അതിന് നമ്മളെ അരിയൊക്കെ ഉണ്ടല്ലോ, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിക്കണം കേട്ടോ. അപ്പം നമ്മൾ രസം പീടിയത്തെ നെല്ലുത്തേരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കൽ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് ഒക്കെപ്പാടെ ഇട്ടുകാണ്ട് ഞാൻ അരച്ച് നോക്കും, അരച്ച് നോക്കുമ്പോൾ പൊടിച്ച് നോക്കുമ്പോൾ മിക്സ് ഓഫ് ആവുമോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് അതിനാണ്ട് ഒഴിവാക്കിയിട്ട് കുറച്ചിട്ട് പൊടിച്ചാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ എളുപ്പപ്പണി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മിക്സി ഉണ്ടല്ലോ ഏതും പൊടിച്ചാത്ത മാരിക്കണ്ട് നിന്ന് പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ കണ്ട വിചാരിച്ചുകാണ്ട് ഞാൻ എന്താട്ടി കുറച്ചിട്ടുകാണ്ട് പൊടിച്ചാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണേ. ഇനിയിപ്പോൾ അത് വറുക്കാനോ തരിച്ചാനോ ഒന്നിനും നിൽക്കണ്ട. ഇതിങ്ങനെ തന്നെയാണ് പുട്ടിട്ടാൽ മതി കേട്ടോ. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടും. അപ്പം അങ്ങനെ മറ്റതും കൂടി നമുക്ക് അങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചാറുണ്ടാക്കണതിന്ന് മമ്പയറാണ് കേട്ടോ, അല്ല ചെറുപയറാണ് കേട്ടോ. മമ്പയറെന്ന് മറന്നു പോകാം മക്കളെ. ചെറുപയറും ഇട്ട് കണ്ട അപ്പം കുക്കർക്ക് ഇട്ട് നോക്കുമ്പോണ്ടല്ലോ തോനുണ്ട് തോന്നിയിട്ടച്ച്. അപ്പം ഞാൻ എന്താട്ടി കുറേ വെച്ചിട്ട് കാര്യമല്ല, എന്നാൽ തന്നെ അപ്പോൾ ഈ വെച്ച ചാറ് തന്നെ ചിലപ്പോൾ ബാക്കിയായി കാരണം. അപ്പോൾ പിന്നെ ഇതൊക്കെ പാടെ വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് ഞാനാണ് ഊറ്റി വെച്ചിങ്ങനെ കേട്ടോ. നമുക്ക് നാളെ ആണെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാം, എന്തെങ്കിലുമൊക്കെ കാട്ടാം. അപ്പോൾ മുഴുവനൂനും വെച്ച് കണ്ടാണ്ട് നമ്മൾ ബാക്കിയാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചാണ്ട് ഊറ്റി വെച്ചിരിക്കണേ. എന്നിട്ട് പിന്നേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ നമ്മളെ ചെറുപയർ ചാറക്കണം കേട്ടോ. പിന്നെ ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പുട്ട് ചൂടുന്നത് നമ്മളെ ചിരട്ടപ്പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിരട്ടപ്പുട്ട് ഒരു ദിവസം ചുട്ട് വെക്കുമ്പോണ്ടല്ലോ നല്ല ചൊറുക്കിച്ച് കാണാൻ. അപ്പം ഉണ്ടല്ലോ ഇപ്പം ഞാൻ ആ ചിരട്ടി തന്നെയാണ് കേട്ടോ പുട്ട് ചൂടുന്നത്. അപ്പോൾ ഞാൻ എന്താട്ടി ആ ചിരട്ട ഞാൻ അന്ന് ചുട്ടുകാണ്ട് ഞാൻ എടുത്ത് വെച്ചിക്കാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ ഈ പൊടിയൊക്കെയുണ്ടല്ലോ ഒരു തുള്ളിയും കൂടിയും വെള്ളവും പാർന്ന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളവും പാർന്നിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ ചിരട്ട ഇതാക്കണിട്ട് എടുത്തുക്കണം. അപ്പോൾ ഞാനുണ്ടല്ലോ ഒരു ചെറിയൊരു ചിരട്ടിയും ഒരു വലിയൊരു ചിരട്ടി എടുത്തുക്കണം കേട്ടോ. അതെന്തിനാ വെച്ചാൽ വലിയത് ഞമ്മക്കും ചെറിയത് കുട്ടികൾക്കുമാണ് കേട്ടോ. വലിയതിൽ ചുട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് മാണ്ടി വരില്ല, ഒക്കെപ്പാടെ മാണ്ടി വരില്ലല്ലോ. അപ്പം ഞാൻ എന്താട്ടി ചെറിയ ഒരു ചിരട്ടി വലിയൊരു ചിരട്ടി എടുത്തുക്കണം. അപ്പം ഇനി അതിൽ ചൂടാനാട്ട് കരുതിക്കണത്. അപ്പം അങ്ങനെ ഇതാക്കണേ. നമ്മളെ കുക്കറിൽ നമ്മളെ ചെറുപയറുണ്ട്, പിന്നെ ചെറുപയറും നമ്മളെ പുട്ടും ഒക്കെ വേഗം ആയിക്കോളൂ കേട്ടോ. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ മാതിരി ചാറും റെഡി പുട്ടും റെഡിയാണല്ലോ. അങ്ങനെ നമ്മളെ ചക്കര പുട്ട് കണ്ടില്ലേ, നല്ല അടിപൊളിയായി നല്ല സൂപ്പറായി വന്നിക്കണല്ലേ. ചെറിയ പുട്ട് റെഡി ആയിക്കണ്. പിന്നെ ഞാൻ നമ്മളെ ചാറ്റുക്കുണ്ടല്ലോ ഞാൻ ഇതരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, തേങ്ങ അരക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പുട്ടും റെഡി ആയിക്കണം കേട്ടോ. അങ്ങനെ ചെറിയ 2 എണ്ണം നമ്മളെ കുട്ടികൾക്ക് സനുവിനും മിന്നുട്ടിക്കും ഞാൻ ചുട്ട്. ഇനി വലിയിലാണ് കേട്ടോ ചുടുന്നത്. അങ്ങനെ ഞാൻ തേങ്ങ ഇട്ടു, അതേമാതിരി പൊടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. പിന്നെ ചാറ്റിക്ക് തേങ്ങ അരക്കണേക്ക് ജീരുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ
നമ്മളെ പുട്ട് ഇതാക്കണേ വലിയ കുട്ടെടുത്തേക്കണം കേട്ടോ. ഇനി കജ്ജോണ്ട് ഒന്നും കൂടി ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ചുടുമ്പുണ്ടല്ലോ നമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെ കുട്ടിക്കാലത്തുണ്ടല്ലോ നമ്മൾ ചിരട്ടിയിലൊക്കെ പുട്ടിട്ടതാണ് ഞങ്ങളെ ഓർമ്മ വരാം. ഇപ്പം ഏതായാലും ഇങ്ങനെ വന്നുകൊണ്ടുണ്ടല്ലോ നമുക്ക് ആ ഒരു ഓർമ്മയാണിപ്പോൾ. അങ്ങനെ അത് ഞാൻ ആ കുക്കറിൻ്റെ മുകളിൽ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണേ ഈ പുട്ടിന് തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണല്ലേ. അപ്പം തള്ളപ്പുട്ടും കുട്ടിപ്പുട്ടും അങ്ങനെ തള്ളപ്പുട്ടും കുട്ടിപ്പുട്ടും ഒക്കെ റെഡി ആയിക്കണം കേട്ടോ. പിന്നെ നോക്കുമ്പം നമ്മളെ ചാറുണ്ടല്ലോ, ഈ ചിരട്ടപ്പുട്ട് വെക്കുമ്പം നമ്മൾ ഈ ചാറ് നോക്കിക്കോളാണ്ടിട്ടോ. അത് പുട്ട് റെഡിയായി വരുമ്പോൾ തന്നെ ചിലപ്പോൾ ചാറ് പുട്ടൊക്കെ ഉണ്ടായി വരില്ല, കാരണം കരിഞ്ഞ് പുറ്റാവും. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഒരു വാസന ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ വെള്ളമൊക്കെ വറ്റി അടിക്ക് പൊടിച്ചാൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് നിൽക്കാൻ നിൽക്കണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിക്കോളാണ്ട് ഇങ്ങനെ ചിരട്ടപ്പുട്ട് ഈ ചിരട്ടിയിൽ നിന്നല്ല അല്ലാതെ പുട്ടിട്ടല്ലോ നോക്കിക്കോളാണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അറിഞ്ഞുകാണ്ട് ജീരുള്ളിയും വെളുത്തുള്ളി ഇട്ടു, തേങ്ങ അരച്ച് പാർന്നു, പിന്നെ നമ്മളെ ചാറും പാർന്നിക്കണം കേട്ടോ. അപ്പോൾ ചാറൊന്ന് നാം വെച്ച് നോക്കുമ്പോണ്ടല്ലോ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടിന്ന് അറിയാം, നമ്മളെ ചെറിയ കുഞ്ഞിച്ചട്ടി ഉണ്ടല്ലോ അതിലൊരു തുള്ളി വെളിച്ചെണ്ണ ഒറ്റിച്ച് കാണ്ട് അതിലൊരു തുള്ളി മുളകും പൊടി ഇട്ട് കാണ്ട് ഞാനാണ്ട് എണ്ണയിലിട്ട് ഇതാക്കിയാണ് പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. നമുക്ക് എരില്ലാഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല ഞങ്ങളെ ചാറായാലും എന്താണെങ്കിലും ഒരു രസം കിട്ടൂല. അതേമാതിരി തന്നെ ഉപ്പും മുളകും ഇല്ലാഞ്ഞാൽ എന്തൊക്കെയോ ഒരു കുറവില്ല മാതിരിയാണ് കേട്ടോ. അങ്ങനെ നോക്കാണി നമ്മളെ പുട്ടിൻ്റെ ഒരു ചോർക്ക് തള്ളപ്പുട്ടും കുട്ടിപ്പുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് അല്ലേ. അപ്പം ഞാൻ ഏതായാലും ഒരു വലിയ പുട്ടൊക്കെ എടുത്തുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടെടുത്തു, നമ്മളെ ചെറുപയറിൻ്റെ ചാറും പാരാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ ചെറുപയറിൻ്റെ ചാറ് പാർന്ന് കൊടുക്കണുണ്ട്. അപ്പോൾ പുട്ടൊക്കെ ആവുമ്പോണ്ടല്ലോ ഇച്ച് പുട്ട് എന്നല്ല എന്തൊരു സാധനമാണെങ്കിലും ഇച്ച് കുറേ ചാറ് വേണം, എന്നെങ്കിലും ഇച്ച് തീർപ്പതി ആവുള്ളൂ കേട്ടോ. കുറച്ച് തോനമാണ് അതിങ്ങനെ കുഴച്ച് തിന്നണം, അപ്പം ഇച്ച് വല്ലാത്തൊരു തീർപ്പതിയാണ്. അങ്ങനെ ഞാനിതാക്കണേ നമ്മളെ പുട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഈ ചാക്കേരിയൊക്കെ ആണെങ്കിൽ തന്നെ ചാക്കേരി കൊണ്ട് പുട്ടിട്ടാൽ തന്നെ നിറച്ച് ചാറും വേണം. ഇതിപ്പോൾ ഇനിയിപ്പോൾ അതൊന്നല്ല എന്തായാലും ഇച്ച് കുറേ ചാറാണ് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മളെ പുട്ടൊക്കെ ഇതാക്കുന്നത് കുഴച്ച് തിന്നണുണ്ട് കേട്ടോ. എന്താ രസം എന്നറിയാം. അങ്ങനെ നമ്മൾ കുഴച്ച് ചാറൊക്കെ പാർന്ന് ചായയൊക്കെ കുടിച്ച് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളെ പുട്ട് ഇതാക്കണ് കണ്ട മാതിരിയൊന്നല്ല, തിന്ന് നോക്കുമ്പോണ്ടല്ലോ പള്ള നിറഞ്ഞു, അതിൻ്റെ അപ്പുറമുണ്ട്. പുട്ടിൻ്റെ ചൊറുക്കുണ്ട് കാണ്ട് പൊട്ടിച്ചാനൊന്നും തോന്നില്ല, അങ്ങനെ തന്നെ ഉണ്ട് എടുത്ത് തിന്ന്. പക്ഷേ എനിക്ക് തിന്നപ്പം ഉണ്ടല്ലോ ബാക്കിയാക്കിട്ടോ, ഇനിയിപ്പോൾ ചെറിയൊരു കണ്ടം ബാക്കിയുണ്ട്. അപ്പോൾ തിന്നിട്ട് പോകല്ല കേട്ടോ. പിന്നെ ഇപ്പം നമ്മളെ പള്ളിയിൽ കൊള്ളണമല്ലോ അപ്പം നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊരു കണ്ടം അവിടെ ബാക്കിയാക്കി വെച്ചിക്കണേ, തിന്നിട്ട് പോണില്ല. അപ്പം ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മക്കൾ കുടിച്ചാണെങ്കിൽ ഓർക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ചായയോടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാക്കണേ ഒരു കുമ്പളങ്ങൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ചാറ് വെക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ തോല് ചെത്തിയെടുക്കുകയാണ്. പിന്നെ കുമ്പളങ്ങ മോര് അച്ചാനാട്ടൊക്കെ എഴുതിയിരിക്കണത്. അപ്പോൾ ഒരു തുള്ളി തൈര് ബാക്കിയുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ അവിയലേക്ക് പറഞ്ഞില്ലേ ഞാൻ, അതിൻ്റെ തുള്ളി ബാക്കിയുണ്ട്. അപ്പോൾ നല്ല പുളിയുണ്ട് കേട്ടോ തൈര്. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് കുറച്ച് മോരുകറി ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ അങ്ങനെ ഇതാക്കണം, ഞാൻ തോലൊക്കെ ചെത്തിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല ഇളയ കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ അവിയലക്കും സാമ്പാർക്കും ഒക്കെ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ അന്ന് നമ്മൾ ചാറക്കണത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം വേണ്ടേ ചോറ്റക്ക്. അങ്ങനെ ഇതാക്കണേ ആ നമ്മൾ അരിണീൻ്റെ അടിയിൽ നമ്മളെ കജ്ജുമ്പോൾ ഒരു കത്തി അടിയിട്ടാണ് ചെറുതായിട്ടൊരു മുറിയായി കുറച്ചൊരു ചോരം കണ്ട് പൊടിഞ്ഞും ചെയ്തു കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒന്ന് നോക്കിയതാണ്. അപ്പം കത്തിയോണ്ട് പണിയെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, എത്തപ്പം കാട്ടണേ. അങ്ങനെ ഞാനിതാക്കണേ അയക്കും തന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നല്ലീരകവും പിന്നെ വെളുത്തുള്ളിയും തേങ്ങയും അരച്ച് പാരും വേണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു, പിന്നെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാണ് ഇപ്പം ഇന്നത്തെ ചാറ് കേട്ടോ. പിന്നെ നമുക്ക് അത് കുക്കറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാക്കണേ ചാറ് റെഡിയാക്കാനായിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കുക്കറ് അടച്ച് വെച്ചിക്കണേ. അപ്പോഴത്തേന് നമുക്ക് നമ്മളെ തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളിയും മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം അതാണ് വേകുമ്പോഴത്തേന് നമുക്ക് വേഗം തേങ്ങ അരച്ച് വെച്ചാൽ അതൊക്കെ പാർന്നിട്ട് കടർത്താൽ മതിയല്ലോ. അങ്ങനെ കുറച്ച് വെള്ളവും പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. അപ്പം ഒന്ന്
മദ്രസ ഉള്ളൂ കേട്ടോ, സ്കൂളൊന്നുമില്ല, ഞായറാഴ്ചയല്ലേ. അപ്പം അങ്ങനെ തേങ്ങയൊക്കെ മിക്സിയിലിട്ട് അരച്ചിക്കണേ. അപ്പോത്തിന് നമുക്ക് എന്താട്ടാ നമ്മളെ ചോറ്റിന് വെച്ചിന് വെള്ളം ഉണ്ടല്ലോ അതൊക്കെ തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ അരിയൊക്കെ കേകി പിന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി തിരിച്ചൊക്കെ ഒന്ന് കെട്ടിക്കണം, അതൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കണം. അപ്പം ഇനി ഇന്ന് വെള്ളം മുക്കാനൊന്നുമില്ല കേട്ടോ, ഇന്നിപ്പോൾ പാകത്തിന് വെള്ളം വെച്ചിട്ടാണ്. അപ്പം ഒന്ന് മുക്കിയെടുക്കാനൊന്നുമില്ല. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ചോറ്റിൻ്റെ കുടുക്കന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി അങ്ങനെ നമ്മൾ മൂടി വെച്ചിക്കണം. അപ്പോൾ തിരിച്ചൊക്കെ കെട്ടു എന്ന് പറഞ്ഞല്ലേ, ആ കെട്ടതൊക്കെ ഒന്ന് നമുക്ക് ഊതി കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു ചകിരിപ്പൊളിയൊക്കെ വെച്ചെടുത്തിക്കണ്. ഇനി നല്ലോണം ഒന്ന് ഊതി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ തിരിച്ച് ഇതാക്കണം, കത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നോക്കണം. അപ്പം അങ്ങനെ അതായി. പിന്നെ നമ്മൾ ഇന്നലെ വെച്ച അവിയലുണ്ടല്ലോ അത് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അതുണ്ട്. അപ്പം ഇന്ന് ഞാൻ വേറെ ഒരു ഉപ്പേരി ഒന്നും വെക്കണില്ല കേട്ടോ. ഇനി ഇത് കജ്ജട്ടെ, എന്നിട്ട് ഞാൻ ഇന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അവിയലൊന്ന് ചൂടാക്കിയെടുക്കണം. ചിലപ്പോൾ ചൂടാക്കിയിട്ടില്ലെങ്കിൽ അത് കേടരും. അപ്പോൾ പിന്നെ ഞാൻ അത് ചൂടാക്കണം. പിന്നെ അരി ഒന്നുകൂടി ചോറ് ഒന്നുകൂടി വന്നുകാണ്ട് ഞാൻ ഇളക്കി നോക്കിയതാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറും ഉണ്ട്, അതും ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് 2 ചാറൊക്കെയാണ്. സാമ്പാറായാൽ സനുവിന് ഭയങ്കര തൃപ്പതിയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അതും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം കളയാൻ തോന്നില്ല കേട്ടോ ഞങ്ങളെ. അപ്പം ഞാൻ എന്താട്ടി അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്, അവിയലൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം മാണ്ടിയോൾക്ക് മാണ്ടിയ ചാറ് പാരാലോ, അതെരിച്ചിട്ടാണ്. ഇച്ചാണെങ്കിലോ മോരും കറി ആണെങ്കിൽ ഇച്ചും മീനൂട്ടി കൂട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ മോര് കറി. അതേമാതിരി സനുവിനും നമ്മളെ ജീനുവിനും സാമ്പാറായാൽ മതി. അപ്പോൾ ഓർക്ക് രണ്ടാക്കും സാമ്പാർ കൊടുക്കാം, ഞങ്ങൾക്ക് രണ്ടാക്കും പിന്നെ ഈ മോരുകറി ഉണ്ടാക്കുക, മോരുകറി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സാമ്പാർ തിളച്ചു. അതേമാതിരി അവിയൽ ചൂടാക്കി. ഇനി അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ കുമ്പളം കണ്ടല്ലോ, ഈ ചാറ് ഇനി ചിലപ്പോൾ നാളെക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നാളെയും ചിലപ്പോൾ ഈ ചാറ് തന്നെ ഈ കാരം ബാക്കി ഉണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ വേറെ ചാറ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ തേങ്ങ അരച്ച് പറന്നിക്കണ്. പിന്നെ തൈരുണ്ടല്ലോ മിക്സീൻ്റെ ചാറിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് പറന്ന് ഒന്ന് തിളച്ച് ആ നല്ലീരകത്തിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ മാറിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ തൈരും കൂടി പറന്ന് കൊടുക്കാം. അങ്ങനെ തൈര് പറന്ന് ഒന്ന് ചൂടായാൽ മതി കേട്ടോ, തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെ തൈരും പറന്നെടുത്ത് ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി അങ്ങനെ ഉപ്പും കൂടി ഇട്ടെടുത്തു. അന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി നമ്മളെ മോര് കറി ഉണ്ടല്ലോ അതൊന്ന് പിന്നെ കടുകറുത്ത് എടുക്കണം. അപ്പോൾ അങ്ങനെ ചട്ടി വെച്ചെടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പറന്നു കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ടിക്കാണ്ട് ഇങ്ങനെ തെറിച്ച. അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്താണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മളെ മോരും കറിക്കില്ലേ കടുകും കരിയേപ്പും റെഡി ആക്കണം കേട്ടോ. ഇനി അതുകൂടി നമുക്ക് കഴിക്കണം പറന്ന് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മളെ മോരും കറി സെറ്റായി. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നുള്ളി കൂട്ടാൻ വേണ്ടേ എന്ന് കരുതി ഇങ്ങനെ നിന്നപ്പം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മീൻകാരൊക്കെ കുറവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പം ഇന്നലെ ഒന്നും മീൻ വാങ്ങിയിട്ടില്ലല്ലോ. അപ്പം ഇന്നിപ്പം എന്താ കൂട്ടാൻ എഴുതിക്കാണ്ട്. ഇന്നലെ തന്നെ മീനൊന്നും വാങ്ങായിട്ട് നമ്മളെ മക്കൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഉമ്മ മീനൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിനി. അപ്പം ഞാൻ കോളിഫ്ലവർ ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവരോട്. അങ്ങനെ അപ്പം ഇന്ന് നമുക്ക് എന്തെങ്കിലും വാങ്ങാതി. അപ്പം ഞാൻ നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് കേട്ടോ. പിന്നെ വന്ന് നോക്കുമ്പോൾ നമ്മളെ ചോറൊക്കെ ഒന്ന് വെന്തുക്കണോ നോക്കി. അപ്പോൾ ചോറ് വെന്തുക്കണം കേട്ടോ. അപ്പം നമുക്ക് ചോറ് ഊറ്റണം. അങ്ങനെ ഇതാക്കണേ, നമ്മൾ ചോറ് ഊറ്റുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്താട്ടി നമ്മളെ ഗ്യാസുമേലൊക്കെ ഇതൊക്കെ ചാടി കിടക്കണം. ഇനി അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. തുടച്ചെടുത്താലും പിന്നെയും എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ പിന്നെയും ആകും. അപ്പോൾ ഒന്നിങ്ങനെ തുടച്ചെടുക്കും കേട്ടോ. പിന്നെ ശരിക്കും പിന്നെ ലാസ്റ്റാണ് കേട്ടോ തുടച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ചോറൊക്കെ അങ്ങനെ ഊറ്റിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെമ്പട്ടി ഒന്ന് വാങ്ങി വെച്ചിക്കണം കേട്ടോ, വെള്ളം വറ്റാൻ വേണ്ടി വെച്ചതേന്. അപ്പോൾ അതിന് നമ്മളെ സനുട്ടം വന്നുകാണ്ട് വെച്ച് കുറച്ച് കഞ്ഞി ചോദിച്ച്. അപ്പോൾ അങ്ങനെ അതിന് കുറച്ച് കഞ്ഞി എടുത്ത്. അപ്പോൾ ഞാൻ നമ്മളെ ചാറ്റക്ക് അരച്ച തേങ്ങയിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിന് കേട്ടോ. അതിനോണ്ട് ഒരു തുള്ളി മുളകും പൊടിയും ഉപ്പും ഇട്ടുകാണ്ട് ഒരു തുള്ളി സുറുക്കി ഒറ്റിച്ചിക്കണം കേട്ടോ. ഓനയ്ക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താണ്. അങ്ങനെ ആവും കൂട്ടിയോ കഞ്ഞി കുടിച്ചു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കോഴി ഇടുന്നീനി. അപ്പോൾ അത് ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ.
അപ്പം ഇന്ന് കുറച്ചും നാളെ കുറച്ചും എടുക്കാം. അപ്പോൾ 2 പാത്രത്തേക്ക് ആക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഒക്കെപ്പാടം തന്നെ തിന്നണ്ടല്ലോ, നാളെ ഉണ്ടല്ലോ. അപ്പോൾ ഈ തൊള്ളയും പള്ളിയൊക്കെ നാളെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നാളേക്കും ഒരു തുള്ളി എടുത്ത് വെച്ചിക്കണ്. പിന്നെ കോഴിയൊക്കെ കഴുകി വൃത്തിയാക്കി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഒക്കെ ചതച്ചതൊക്കെ ഇട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കുഴച്ച് വെച്ചിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ കുഴച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചാന്ന് കരുതിയപ്പോത്തിന് നമ്മളെ ജീനുണ്ട് വരുന്ന് മെച്ചിയെ പാളിപ്പോയി കാരണം. അപ്പോൾ എന്തേടാ വെച്ചപ്പോൾ പറഞ്ഞ് കടിയേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിക്കണേ കാരണം. അപ്പോൾ ഒരു 11 മണിയായിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് പോണില്ല, ഇന്ന് പോലെ ചെല്ലണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കണേ, തിരക്കില്ല കടിയിൽ. അപ്പോൾ ഒന്ന് ചെല്ലണ്ടെന്നൊക്കെ പറഞ്ഞതാണ് കാരണം. അപ്പോൾ പിന്നെ ഒരു 11 മണി ആകുമ്പോൾ വിളിച്ചിക്കണമല്ലോ, കടിയിൽ നല്ല തിരക്കാണ് ജി ബാവടാറങ്ങാണ്ട്. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞ് ചോറ് കണ്ടടാ വെച്ചപ്പോൾ പറഞ്ഞ് ആ ചോറ് കൊണ്ടുപോകാൻ മതി മെച്ചിയായിരുന്നു. അങ്ങനെ ഞാൻ ആ കുഴച്ച് വെച്ച കോഴി വേഗം ചട്ടിയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഒന്നും വെക്കാൻ നിന്നിട്ടില്ല. അപ്പം ഇനി ഓനായിട്ട് 2 കണ്ടം പൊരിച്ചണല്ലേ ഒക്കെ പാടിട്ട് പൊരിച്ചണത്. പിന്നെ ഇപ്പം ഞാൻ അതിനായിട്ടൊരു ഗ്യാസ് പിന്നെയും വേണ്ട ഞാൻ കത്തിച്ചേർത്തിക്കാണ്ട് അങ്ങനെ ഞാനൊക്കെ പൊരിച്ച് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഓന് ഇതാക്കണം ചോറും അട്ടിപ്പാത്രത്തിലാക്കിക്കണം. അപ്പോൾ ചാറ് ഏതാടാ മാണ്ടി വെച്ചപ്പോൾ പറഞ്ഞ് സാമ്പാർ മതിയായിരുന്നു. അവിയൽ വേണോ വെച്ചപ്പം ഓന് മാണ്ടായിരുന്നു. കാരണം പോണില്ലാതെ കയറി നിന്നത് ഇനിയല്ലോ. അപ്പോൾ പിന്നെ ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് കോഴി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവിയൽ വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ നമ്മളെ സാമ്പാറും ഈ കോഴിയും മാത്രം ആക്കി കൊടുത്ത് അങ്ങനെ ഓന് അതും കൊണ്ട് ഓൻ പോയിട്ടോ. അങ്ങനെ നമ്മളെ ചോറായി, ചാറായി, പിന്നെ കോഴിയായി, ഒക്കെ ആയിട്ടോ. ഇനി നമ്മളെ ഗ്യാസൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് നനക്കാതെ ഒന്ന് തുടച്ച് അതിൻ്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കും. പിന്നെ നനച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അതോടുകൂടി നമ്മളെ ഗ്യാസ് ഉണ്ടല്ലോ നല്ല അടിപൊളിയായി നല്ല സുന്ദര കുട്ടപ്പനായിക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അടുപ്പും വീതനയൊക്കെ തുടച്ചു. അടുപ്പും വീതനയും തുടച്ചിട്ടില്ല കേട്ടോ, നമ്മൾ ഗ്യാസ് തുടച്ചെടുക്കുകയാണ് കേട്ടോ. വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പ് തുറക്കണം. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എല്ലാവരെയും ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്, അതേമാതിരി കമൻറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.